ഫിസിക്സിലെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. ആദ്യം ജൂൾസ് ഹീറ്റ് എന്താണെന്ന് നോക്കാം. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിപ്പിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെയാണ് ജൂൾസ് ഹീറ്റ് അഥവാ ഓമിക് ഹീറ്റ് എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെയാണ് ജൂൾസ് ഹീറ്റ് എന്ന് പറയുന്നത്. The process by which heat is developed in a circuit on passing current through it is known as Joule's heat അഥവാ ohmic heating. നെക്സ്റ്റ് നമുക്ക് ജൂൾസ് ലോ എന്താണെന്ന് നോക്കാം. ജൂൾസ് ലോയെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആവിഷ്കരിച്ചെടുത്ത ലോയാണ് ജൂൾസ് ലോ. അതിനെ കറണ്ടുമായി ബന്ധിപ്പിച്ച് നോക്കുകയാണെങ്കിൽ H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ. പിന്നെ റെസിസ്റ്റൻറ്റുമായി നോക്കുകയാണെങ്കിൽ H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R. ടൈമുമായിട്ട് നോക്കുകയാണെങ്കിൽ H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തെടുത്ത ഇക്വേഷനാണ് H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT. ഇതിൻ്റെ യൂണിറ്റാണ് ജൂൾ. ഇതിനകത്ത് I എന്ന് പറയുന്നത് കറണ്ട്, അതിൻ്റെ യൂണിറ്റാണ് ആംപിയർ. R റെസിസ്റ്റൻ്റാണ്, അതിൻ്റെ യൂണിറ്റ് ഓം. T ടൈമാണ്, T അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. നെക്സ്റ്റ് ജൂൾസ് ലോയെ ബേസ് ചെയ്ത് നമുക്കൊരു ടേബിൾ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. അതാദ്യത്തെ ക്വസ്റ്റ്യൻ 2R റെസിസ്റ്റൻറ്റ് തന്നിരിക്കുന്നത് 2R, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I, ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് T. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. I സ്ക്വയർ ഇൻറ്റു 2RT ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഇൻറ്റു ചെയ്ത് എഴുതുമ്പം I സ്ക്വയർ ഇൻറ്റു 2RT. ഈ 2നെ നമുക്ക് പ്ലേസ് ചേഞ്ച് ചെയ്ത് മാറ്റി എഴുതുകയാണെങ്കിൽ 2I സ്ക്വയർ RT എന്ന് കിട്ടും. അപ്പം H ഈസിക്കൽ ടു I സ്ക്വയർ RT ആണല്ലോ. ഇതിനകത്ത് ബാലൻസ് വന്നിരിക്കുന്നത് 2. അപ്പം H ഈസിക്കൽ ടു I സ്ക്വയർ RT ആണെങ്കിൽ 2I സ്ക്വയർ RT എന്തായിരിക്കും? 2H ആയിരിക്കും. നമുക്ക് ആൻസർ നോക്കാം. 2I സ്ക്വയർ RT 2H എന്ന് കിട്ടി. ചേഞ്ച് ഇൻ ഹീറ്റ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് R ആണ്, കറണ്ട് 2I ആണ്, ടൈം T ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2I സ്ക്വയർ RT എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 2I സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2I ഇൻറ്റു 2I ഇൻറ്റു R ഇൻറ്റു T എന്ന് വരും. അതായത് 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താണ്? 4I സ്ക്വയർ RT എന്ന് വരും. H ഈസിക്കൽ ടു I സ്ക്വയർ RT ആണല്ലോ. അപ്പം 4I സ്ക്വയർ RT ഈസിക്കൽ ടു 4H എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെസിസ്റ്റർ 2/R ആണ്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I ആണ്, ടൈം T ആണ്. ഓക്കെ, നമുക്കിത് നോക്കാം. I സ്ക്വയർ ഇൻറ്റു R/2 ഇൻറ്റു T എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ I സ്ക്വയർ ഇൻറ്റു R, അതായത് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ 2Rനെ R/2നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് R ഇൻറ്റു 1/2 ഇൻറ്റു T, അതായത് R ഇൻറ്റു 1/2 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പം ഈ 1/2യെ നമുക്ക് മാറ്റി ഫസ്റ്റ് കൊടുത്തിട്ട് നമുക്കൊന്ന് എഴുതി എങ്ങനെ കിട്ടും? 1/2 ഇൻറ്റു I സ്ക്വയർ RT എന്ന് കിട്ടും. അപ്പം ഇവിടെ I സ്ക്വയർ RT കിട്ടി. അപ്പം H ഈസിക്കൽ ടു I സ്ക്വയർ RT. അപ്പം ഹാഫ് I സ്ക്വയർ RT ഈസിക്കൽ ടു എത്രയായിരിക്കും? ഹാഫ് H ആയിരിക്കും. അതായത് 1/2 ഇൻറ്റു H. 1/2 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ എത്രയാണ്? H/2. കൂട്ടുകാരെ, ഈ ടേബിൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഈ ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ താപോർജ്ജത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം ഏതെന്ന് എഴുതാമോ? ഏതാണ്? ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ആണേ. നെക്സ്റ്റ് നമുക്ക് ജൂൾസ് ലോയെ ബന്ധപ്പെടുത്തി ഒരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2 ബീക്കേഴ്സ് ഉണ്ട്. ഓരോന്നിലും 100 ml ഓഫ് വാട്ടർ കൊള്ളും. ആദ്യത്തെ ബീക്കർ, അതായത് PQ എന്നത് നിക്രോം വയറാണ്. RS എന്ന് പറയുന്നത് കോപ്പർ വയർ. 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എഴുതിയിട്ടില്ല. അത് 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അവിടെ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് 6 വോൾട്ടിൻ്റേതാണ്. പിന്നെ
റിയോസ്റ്റാറ്റാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. റെസിസ്റ്റൻറ്റും റിയോസ്റ്റാറ്റും വേറെ വേറെയാണ്. അതിൻ്റെ സിമ്പിൾസ് നിങ്ങൾ കൃത്യമായി നോക്കി വയ്ക്കണം. അടുത്തത് ആംബിയർ, അതാണ് എ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി എക്സ്പെരിമെൻറ്റ് നോക്കാം. 2 ബീക്കറിലും 100 ml ഓഫ് വാട്ടർ നിറച്ചിട്ട് നമുക്ക് ആ ബീക്കറിലേക്ക് തെർമോമീറ്റർ ഇട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മെഷർ ചെയ്യാം. രണ്ടിൻ്റേതും ആദ്യം അല്ലാതെ നോക്കുമ്പോൾ ഏതാണ് സെയിം ആയിരിക്കും. ഇനി നമുക്ക് കറണ്ട് ഒന്ന് കടത്തി വിട്ട് നോക്കാം, രണ്ടും സെയിം ആണെന്ന് നോക്കാം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുന്നില്ല, ടെക്സ്റ്റിലെ വെച്ച് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ഓക്കെ, കറണ്ട് കടത്തി വിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ രണ്ടും സെയിം ആണോ? ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ടർ ഇൻ വിച്ച് ബീക്കർ ഹീറ്റ് മോർ, വൈ? അത് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യനും. ഏത് ബീക്കറിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉള്ളത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഏതായിരിക്കും? നിക്രോം ആയിരിക്കും. കാരണം നമ്മൾ ആദ്യത്തെ പോർഷനിൽ പറഞ്ഞായിരുന്നു നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റൻസ്. അപ്പം ഏതായിരിക്കും? നിക്രോം കമ്പി ആയിരിക്കും. റെസിസ്റ്റൻസ് കൂടുമ്പം ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് വാട്ടറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്തത് നോക്കാം. When the current in increase using resistor, what change observe in the temperature of water? എന്തായിരിക്കും? കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പം ഹീറ്റിൻ്റെ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ദ ബോത്ത് ബീക്കേഴ്സ് ഓൺ ഇൻക്രീസിങ് ദ ടൈം? ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തോ പറ്റും? ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്കിനിയും അടുത്ത പോർഷൻ നോക്കാം. അടുത്തത് H=I²RT എന്ന ഇക്വേഷൻ, അതായത് ജൂൾസ് ഇക്വേഷൻ വെച്ചുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്പ് ഇഫ് 0.2 A, അതായത് എ എന്ന് പറയുന്നത് ആംബിയർ, കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റർ 200 ohm ഫോർ 5 minutes? ഓക്കെ, നമുക്കിനി ഇതെല്ലാം ഓരോന്നും എടുത്തെഴുതാം. I=0.2 A. I എന്ന് പറയുന്നത് കറണ്ടാണേ. റെസിസ്റ്റർ 200 ohm. T അത് തന്നിരിക്കുന്ന 5 minutes, അതായത് മിനിറ്റിലാണ്. ഇത് നമുക്ക് SI യൂണിറ്റായ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പം SI യൂണിറ്റായ സെക്കൻഡിലേക്ക് മാറ്റാൻ 5 × 60, 60 കൊണ്ട് 5നെ ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 300 കിട്ടും. 300 സെക്കൻഡ്. ഇനി നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. H=I²RT, അതായത് I എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0.2 IC. അപ്പം ഇതിനകത്ത് കൊടുക്കുമ്പോഴോ 0.2 സ്ക്വയർ, അത് ബ്രാക്കറ്റിൽ തന്നെ ഇടണേ. അടുത്തത് R എന്ന് പറയുന്നത് 200 ഇൻറ്റു എത്രയാണ്? T എന്ന് പറയുന്നത് നമുക്ക് എത്ര സെക്കൻഡ് കിട്ടി? 300 സെക്കൻഡ്. 5 അല്ല കേട്ടോ, 300 തന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴോ 2400 എന്ന് കിട്ടും. അതിൻ്റെ യൂണിറ്റ് ഏതാണ്? മുമ്പേ പറഞ്ഞിരുന്നു, ജൂൾ. ഓക്കെ, ആരും ചെയ്യുമ്പം യൂണിറ്റ് ഇടാൻ മറന്നു പോകരുതേ. അതുപോലെ ഓരോന്നും ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാനും മറന്നു പോകരുത് ആദ്യം. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. ഓം ലോ, അതായത് ഓം ലോയെ ജൂൾസ് ലോയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ഓം ലോ I=V/R ജൂൾസ് ലോയായ H=I²RTയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് I² അവിടെ V/R² എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ H=V/R² × R × T. അപ്പോൾ എങ്ങനെ കിട്ടും? V² R² × T എന്ന് കിട്ടും. R² R ഇവിടെ കട്ടായി പോകുമ്പോൾ ഒരു R ബാലൻസ് വരും. അതായത് R × R ആണ് R². അപ്പോൾ ഒരു R മാത്രമേ കട്ടായി പോകുന്നുള്ളൂ. അതാരും തെറ്റിക്കരുതേ. അപ്പോൾ എങ്ങനെ കിട്ടും? V² × T/R എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഓംസ് ലോയുടെ വേറൊന്നും നോക്കാം. ഓംസ് ലോയുടെ R=V/I നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആറിൻ്റെ സ്ഥാനത്ത് V/I ഇട്ട് കൊടുക്കാം. അതായത് H=I² × V/I × T എന്ന് ഇട്ട് കൊടുക്കാം. അപ്പം എങ്ങനെ വരും? I² Iയും കൂടെ കട്ടായിപ്പോവും. I × I ആണല്ലോ I². അപ്പം അതിനകത്ത് I × Iയിലെ ഒരു ഐയും V/Iയിലെ ഒരു ഐയും കൂടെ കട്ടായിപ്പോവും. അപ്പം ഒരായി ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പം എങ്ങനെ വരും? V ×
ഐ ഇൻറ്റു ടി എന്ന് വരും. അതപ്പോൾ എങ്ങനെ വരും? ഐ വി ടി എന്നാണ് നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഐ ഇൻറ്റു വി ഇൻറ്റു ടി എന്ന് പറയും. അതായത് H ഈസിക്കൽ ടു ഐ വി ടി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.